കുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ വൃത്തിയാകുമെന്നാണ് നമ്മൾ പൊതുവെ വിശ്വസിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ കുളിക്കുന്ന കാര്യത്തിൽ മലയാളികൾ ഒട്ടും പുറകിലുമല്ല. എന്നാൽ കുളിക്കുന്ന കാര്യത്തിൽ നമ്മൾ കാണിക്കുന്ന 5 മണ്ടത്തരങ്ങൾ പലപ്പോഴും നമുക്ക് പലതരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാക്കാറുണ്ട്. പറഞ്ഞുതരാം. ഒന്നാമത്തെ അബദ്ധം എന്ന് പറയുന്നത് ദിവസം 2 നേരമോ 3 നേരമോ കുളിക്കുന്ന സ്വഭാവമാണ്. ദിവസം 2 നേരം അല്ലെങ്കിൽ 3 നേരം കുളിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൂടുതൽ സുന്ദരന്മാരും സുന്ദരിമാരുമാവും എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മുടെ സ്കിന്നിൽ നോർമലി ഉള്ള നമ്മുടെ സ്കിന്നിന്റെ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള ഒരു എണ്ണമയമുണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയി കുളിക്കുന്നത് നിങ്ങളുടെ സ്കിന്നിന്റെ ഈ പ്രൊട്ടക്റ്റീവ് ആയിട്ടുള്ള എണ്ണമയം നഷ്ടപ്പെട്ടു പോകുന്നതിനും സ്കിന്ന് വളരെ പെട്ടെന്ന് ഡ്രൈ ആകുന്നതിനും ചൊറിച്ചിൽ വരുന്നതിനാണ് കാരണമാകുന്നത്. അതായത് ഇടയ്ക്കിടയ്ക്ക് പോയി കുളിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആരോഗ്യം വരികയില്ല, നിങ്ങളുടെ ഉള്ള ആരോഗ്യം കുറയുന്നതിനാണ് കാരണമാകുന്നത്. നിങ്ങൾ ദിവസത്തിൽ 1 നേരം കുളിക്കാൻ മതി. തല കുളിക്കുന്നത് ആഴ്ചയിൽ 3 തവണ വല്ലതും തല കുളിക്കാൻ മതിയാവും. എന്നും പോയി തല കുളിച്ച് 2 നേരമോ 3 നേരമോ കുളിക്കേണ്ട ഒരു ആവശ്യവുമില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കുളിക്കാൻ എടുക്കുന്ന സമയമാണ്. പലരും അരമണിക്കൂറും 3/4 മണിക്കൂറും എല്ലാം ദീർഘമായിട്ട് കുളിക്കുന്നത് ആരോഗ്യകരം, ശരീരം തേച്ചൊരിച്ച് കുളിക്കുന്നത് നല്ലതാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. വെറുതെയാണ്. പരമാവധി 5 മിനിറ്റ് കൂടുതൽ കുളിക്കുന്നത് നമ്മുടെ സ്കിൻ കൂടുതൽ ഡ്രൈനെസ് വരുന്നതിന്, സ്കിന്നിന് ഇറിറ്റേഷൻ വരുന്നതിന് കാരണമാകും. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്ന സോപ്പാണ്. പലപ്പോഴും മാർക്കറ്റിൽ കാണുന്ന കൂടുതൽ മണമുള്ള, കൂടുതൽ സ്കിന്നിനെ വെളുപ്പിക്കാൻ കഴിവുണ്ടെന്ന് പരസ്യത്തിൽ കാണിച്ചു തരുന്ന സോപ്പ് വാങ്ങി ഉപയോഗിക്കുന്നവർ അറിയുന്നില്ല. സ്കിന്നിന് ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന ബ്ലീച്ചിങ്, നിങ്ങൾ ഇതിനകത്ത് ചേർത്തിക്കുന്ന സെന്റും പെർഫ്യൂംസും എല്ലാം തന്നെ നിങ്ങളുടെ സ്കിന്നിന് ഇറിറ്റേഷൻ, നിങ്ങൾക്ക് ഉണ്ടാക്കുന്ന ഡ്രൈ സ്കിന്നിലുള്ള ചൊറിച്ചിൽ ഇതെല്ലാം കൂടുന്നതിനാണ് കാരണമാകുന്നത്. അതുകൊണ്ട് ഇത്തരം സോപ്പുകൾ ഉപയോഗിക്കുന്നതിനേക്കാൾ വളരെ ലൈറ്റായിട്ട് ഗ്ലിസറിൻ ബേസ് ആയിട്ടുള്ള ഏതെങ്കിലും സോഫ്റ്റ് സോപ്പുകൾ വാങ്ങി ഉപയോഗിച്ചാൽ മതി. ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള സോഫ്റ്റ് സോപ്പുകൾ ഏതെന്ന് പറയാൻ സാധിക്കും. ഞാനൊരു കമ്പനിയും മാർക്കറ്റ് ചെയ്യാനോ ബ്രാൻഡ് ചെയ്യാനോ പോകുന്നില്ല. ഇനി അടുത്ത ഒരു അബദ്ധം എന്ന് പറയുന്നത്, പലപ്പോഴും കുളിക്കുന്ന സമയത്ത് ആൾക്കാർ ഇഞ്ച പോലുള്ള വസ്തുക്കൾ തേച്ച് കുളിക്കുന്നത്, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബറുകളായിക്കോട്ടെ, ഇല്ലെങ്കിൽ നമ്മുടെ ചകിരി ചതച്ചിട്ട് ദേഹത്ത് തേച്ച് കുളിക്കുന്നവരോ പയറുപൊടിയും കടലമാവും തേച്ച് കുളിക്കുന്നവരും വിചാരിക്കുന്നത് ശരീരത്തിൽ നമ്മുടെ ഈ ആനയും പോത്തിനെയും എല്ലാം കുളിപ്പിക്കുന്ന പോലെ ഉരച്ച് കുളിച്ചു കഴിഞ്ഞാൽ സ്കിന്ന് കൂടുതൽ വൃത്തിയാവുന്ന. ഇല്ല, നമ്മുടെ സ്കിന്ന് കൂടുതൽ ഡ്രൈ ആവുന്നതിനും നമ്മുടെ സ്കിന്നിൽ പലതരത്തിലുള്ള ഇറിറ്റേഷൻ വരുന്നതിനും സ്കിന്നിൽ ലൈക്കൻ പ്ലാനസ് പോലുള്ള അസുഖങ്ങൾ വരുന്നതിനുമെല്ലാം ഇത് കാരണമാകാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കുളിക്കുന്നതിന് ഇത്തരത്തിൽ ഒരു സാധനങ്ങളും ഉരച്ച് കുളിക്കുന്നതിൻ്റെ ആവശ്യമില്ല. 5ാമത്തെ കാര്യം, നിങ്ങൾ ഉപയോഗിക്കുന്ന ടവലുകളാണ്. നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ടവലുകൾ കുളിച്ചതിന് ശേഷം ബാത്റൂമിൽ തന്നെ തൂക്കിയിടുന്ന ഒരു സ്വഭാവം ഉണ്ടെങ്കിൽ ചെയ്യരുത്. ഏറ്റവും കൂടുതൽ രോഗാണുക്കളും ഫംഗസുകളും പടരുന്നതും അതിനകത്ത് പെറ്റുപെരുകുന്നതും ഈ ടവലുകൾക്കകത്താണ്. നിങ്ങൾ കുളിക്കുന്ന ടവലുകൾ നിർബന്ധമായും കുളിച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി വെയിലത്തിട്ട് ഉണക്കണം. ഒന്നുകൂടെ പറയാം, വെയിലത്തിട്ട് തന്നെ ഉണക്കണം. എങ്കിൽ മാത്രമേ അതിനകത്ത് ബാക്ടീരിയ, ഫംഗസുകൾ പടരാതിരിക്കുകയുള്ളൂ. ഈ ഇൻഫർമേഷൻ കുളിക്കുന്ന സകല മലയാളികളുടെ അറിവിലേക്കായിട്ടൊന്ന് ഷെയർ ചെയ്തോളൂ.